ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ മലേഷ്യ പോവാണ് കേട്ടോ. JBയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തിന് നമ്മൾ മലേഷ്യക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്കൊരു ഓണപ്പരിപാടി ഉണ്ട് അവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മലേഷ്യയിൽ പോകുന്നത്. അപ്പോൾ പോയിട്ട് ആറ്റുമ്പോൾ ഞാൻ കാണിച്ചു തരാം പരിപാടിയും കാര്യങ്ങളും ആരെല്ലാം ഉണ്ട് എന്നെല്ലാം. ഓക്കെ. അപ്പോൾ കുറേ നാളായി ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പം ഞാൻ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നോക്കാം എനിക്ക് അത്രത്തോരം എടുക്കാൻ പറ്റുമെന്ന്. അടുത്തതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. കുറേ നാളായി എന്ന് പറഞ്ഞെങ്കിൽ കുറേ നാളായി. എനിക്കിപ്പോൾ ലോങ് വീഡിയോ എടുക്കേണ്ടത് എങ്ങനെ നിങ്ങൾക്ക് മറന്നുപോയി. അങ്ങനത്തെ കുറേ നാളായി ശരിക്കും പറഞ്ഞെങ്കിൽ. നിങ്ങൾക്ക് എൻ്റെ ലോങ് വീഡിയോ മിസ്സാവുന്നുണ്ടാവും അല്ലേ, എനിക്കറിയാം. നമ്മുടെ കുട്ടു സാർ ഇവിടെ ഉണ്ട്. കുട്ടു ഹായ് പറയൂ കുട്ടു. ഇപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ കുറച്ച് നല്ല മഴയുണ്ട്. കണ്ട കുറച്ച് അത്യാവശ്യം മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കുടയൊന്നും എടുത്തിട്ടില്ല, കുറച്ച് നോക്കാം എത്രത്തോളം പെയ്യുമെന്ന്. ഇപ്പോഴത്തേയും പോലെ തന്നെ നമ്മൾ ഇപ്രാവശ്യവും ബസ്സിൽ തന്നെ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥലത്തു നിന്നും വുഡ്ലാൻഡ്സിലേക്ക് ബസ്സിൽ പോകും, വുഡ്ലാൻഡ്സിൽ നിന്ന് ചെക്ക് പോയിന്റിലേക്കും ബസ്സിൽ പോകും. പിന്നെ ബോർഡർ കടന്നിട്ട് അവിടുന്ന് ടാക്സി എടുത്തിട്ട് നമ്മളെ ലൊക്കേഷനിലേക്ക് പോകും. അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ. അങ്ങനെ നമ്മൾ ബസ്സിലിന് കയറി വന്ന് വുഡ്ലാൻഡ്സിലെത്തി. ഇനി ഇവിടുന്ന് ഒരു ബസ് എടുക്കണം. ആ ബസ്സിലാണ് നമ്മൾ ചെക്ക് പോയിന്റിലേക്ക് പോകേണ്ടത്. നമ്മൾ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് കുറച്ച് വേഗം പോകണം. നമുക്ക് ഓടി പോവാം. പക്ഷെ നമ്മൾ നടത്തിയിട്ടാണ് പോകുന്നത്. ഇന്ന് നല്ല തിരക്കുണ്ട് തോന്നുന്നു. ഭയങ്കര ആളുണ്ടായിരുന്നു ബസ്സിൽ. ഇപ്പോൾ നമ്മൾ ചെക്ക് പോയിന്റിലെത്തി. ഇനി ഒന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നടന്നിട്ട് പോകുന്നതാണ്. ഇതെല്ലാം ഞാൻ മുമ്പത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വെളിങ്ങനൊന്നും കാണിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഒടുക്കത്തെ തിരക്കും നല്ല ക്യൂവും കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ JB സെൻറ്ററിലെത്തി. നമ്മളിപ്പോൾ ടാക്സി ബുക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ടാക്സിക്ക് വരാൻ വേണ്ടി വെയിറ്റ് ആക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോകും. ഇവിടെ നിന്നാണ് കേട്ടോ ഇന്ന് നമുക്ക് സദ്യ അറേഞ്ച് ആക്കിയിട്ടുള്ളത്. ഇത് മലേഷ്യയിൽ ഇവിടെ JBൻ്റെ അടുത്ത്, എക്സാക്ട് പ്ലേസ് എനിക്കറിയില്ല, സാഫ്രോൺ പാലസിലാണ് നമുക്ക് ഫുഡ് അറേഞ്ച് ആക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ. ഹലോ, 2 വാക്ക്. ആ 2 വാക്ക്. ഓക്കെ, ഹാപ്പി ആണോ? ഇവർ കുറേ ആളുണ്ട്, അതുകൊണ്ട് 2 വാക്ക് ചോദിക്കുന്നില്ല.
നല്ലതാ മമ്മി. നമുക്കൊരു 3:30 ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പം ഗൈസ് ഞാൻ എൻ്റെ കോസ്റ്റ്യൂമെല്ലാം നേരത്തെ മാറ്റി, പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, ബിക്കോസ് തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രസ്സെല്ലാം മാറ്റി ഫുഡ് കഴിച്ചു. നമ്മളിപ്പോൾ വേറെ വീട്ടിലേക്ക് പോകുന്നു. നമ്മളെ കൂടെ ഡോക്ടർ സിൻഡേ ഉണ്ട് ഗൈസ്. പിന്നെ നമ്മളെ കൂടെ വേറൊരാളുണ്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയുമായിരിക്കും, യൂട്യൂബറാണ് സോറി എനിക്കറിയില്ല, എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ല, പക്ഷെ എനിക്കറിയാം യൂട്യൂബറാണ്. ഭയങ്കര ഫോളോവേഴ്സും ഫാൻസൊക്കെ ഉള്ള ഒരു യൂട്യൂബറാണ് സിംഗപ്പൂരിൽ. പിന്നെ നമ്മുടെ ആൽവിനുണ്ട് ഒന്നിച്ച്. ആൽവിനെ കാണിച്ചിട്ടില്ല, നേരത്തെ ബിസി ആയിരുന്നു, എല്ലാം ഓർഗനൈസറാണ്. പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം അല്ലേ. പിന്നെ അബി ഉണ്ട്, അബി ഹായ് പറയും. ഭാര്യക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല, അത് ഭയങ്കര കംപ്ലൈന്റ് ഉണ്ട്. എന്താക്കല്ലോ ഓർഗനൈസർ ആയിപ്പോയില്ലേ. നമ്മളെ കൂടെ ആരും ഉള്ളത് നോക്കൂ. പ്രാഞ്ചി ഉണ്ട്, സ്വന്തമായിട്ട് പ്രിന്റർ ഒക്കെ ഉണ്ട്, സിംഗപ്പൂരിലും ഉണ്ട്, നാട്ടിലും ഉണ്ട്. വേണ്ടവർ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾക്കത് പറയാൻ ഓക്കെ. ഇവൻ സിംഗിൾ ആണ്. പിന്നെ വേണ്ടവർ എന്നോട് പറയാം, ഞാൻ നമ്പറെല്ലാം അയച്ചു തരും കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന വീട്. ഇവിടെ പൂളെല്ലാം ഉണ്ട്. വെൽക്കം ഗേൾ, വെൽക്കം മീ. ഇവിടെ സ്റ്റാഫുണ്ട്. പിന്നൊരു റൂമുണ്ട് ഇവിടെ. നമുക്ക് മുകളിൽ പോയി നോക്കാം. ഹോം ടൂർ. മുകളിലോട്ട് പോയി നോക്കാം, എന്തില്ലേ നോക്കിട്ട് വരാം. കുറെ മനുഷ്യന്മാരുടെ സൗണ്ട് കേൾക്കാം. Oh wow, this is awesome. പായസം കുടിച്ച് മത്തായി ഉറങ്ങുന്ന 3 മനുഷ്യന്മാര്. കണ്ണാടി ഉണ്ട്, കണ്ണാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്താ. ഗൈസ്, അപ്പൊ നമ്മ അങ്ങനെ വടം വലിക്കാൻ അപ്പൊ നമുക്ക് 4-5 ടീമുണ്ട്. അപ്പൊ നമുക്ക് ആരും ജയിക്കുന്നത് നമുക്ക് നോക്കാം. ടീമെല്ലാം സെറ്റ് ആവുന്നുണ്ട്. ഓക്കെ, എന്റെ ടീമിനെ വിളിച്ചു. അപ്പൊ ഞാൻ പോയിട്ട് വലിച്ചിട്ട് വരുന്നു.
മിസ്സായി. With the ocean as my guide, top down riding, let the west coast vibes collide. സോ ഇതാണ് നമ്മൾ താമസിക്കുന്ന വീട്. ഇത് പിന്നെ ഇവിടെ നമ്മളിപ്പോൾ വടം വിരിക്കാൻ പോകുന്നത്. ഇപ്പം 4 ടീമാക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. Soundtrack of the streets with that fucking reach. Got my shades on, keeping it classy, not fast. Rolling like it's Sunday night. ഞങ്ങളെ കുട്ടിയില്ല നിന്നെ തോറ്റ ടീം. ഓക്കെ ഗൈസ്, ആദ്യത്തെ ഈ കളിക്കാൻ പോകുന്ന വെച്ചാൽ ലെമൺ ആൻഡ് സ്പൂൺ ആണ്. പക്ഷെ ഒരു കപ്പ് സ്റ്റാക്കിംഗ് കൂടെ ഉണ്ട് അതിന്റെ കൂടെ. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ റൂൾ എന്താണെന്ന് വെച്ചാൽ കോമേഴ്സ് റൂൾ എന്ന് വെച്ചാൽ ഒരിക്കലും കൈ കൊണ്ട് ലെമൺ പിടിക്കാൻ പാടില്ല. എപ്പോഴും നമ്മൾ ആക്ച്വലി സ്പൂൺ കൊണ്ട് മാത്രമേ, ഇപ്പം ഈവൻ നമ്മളിത് റിലേ പോലെ ആയതുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണെങ്കിലും അല്ല ലൈക്ക് നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ വെച്ച് തരും, അല്ലാതെ ഒരിക്കലും നമ്മൾ കൈ കൊണ്ട് ടച്ച് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് സ്പൂണിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴോ അല്ലാതെയോ വീഴുകയാണെങ്കിൽ നമ്മൾ ഓരോ സേഫ്റ്റി സോൺസ് പോലെ ഇതിൽ വെച്ചിട്ടുണ്ട്. ആ സേഫ്റ്റി സോൺ അങ്ങനെ നമുക്ക് ടോട്ടൽ ഒരു 4 ഗെയിംസ് ഉണ്ടായിരുന്നു. അതിൽ ഗെയിംസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ഡാൻസും സ്പോർട്ട് കൊറിയോഗ്രാഫി പൂക്കളം മൂടിൻ്റെ. അപ്പോൾ ഗെയിംസ് എല്ലാം കഴിഞ്ഞു. ഞാൻ വീഡിയോസ് എല്ലാം ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇടുന്നില്ല. അങ്ങനെ എല്ലാ ഗെയിംസെല്ലാം കഴിഞ്ഞു. നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ പൂളിലേക്ക് ഇറങ്ങി. ഞാൻ പൂളിലിറങ്ങില്ല കേട്ടോ, കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ കുറച്ച് ആൾക്കാരൊക്കെ ഇറങ്ങി. പിന്നെ ഒരു കേക്കൊക്കെ കട്ട് ചെയ്തു. ബിക്കോസ് ഇവർ 10 ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ പരിപാടി ഫുൾ കളറായി. Trees glow. Caddy drop top, got the rims on shine.
പിന്നെ എല്ലാവരും പൂളെല്ലാം കളിച്ച് ടയേർഡായി. പിന്നെ എല്ലാവരും പോയി കിടന്നുറങ്ങി. പിന്നെ 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 ഒന്നുമില്ല. പിന്നെ നാളെ രാവിലെ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഇവരെ പണ്ടത്തെ ഫോട്ടോസും വീഡിയോസൊക്കെ ടി വിയിലിട്ട് കാണുന്നുണ്ടായിരുന്നു. ഇവർക്കൊരു മെമ്മറീസിന് വേണ്ടിയിട്ട് എല്ലാവർക്കും നല്ല ഇമോഷണലായി. ഓക്കെ ബൈ 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 ബൈ. ബൈ